Hi dears, today we are going to discuss about CSMA. What is the full form of CSMA? Career Sense Multiple Access. എന്താണ് കരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്നത്? ഒരു കരിയറിന് സെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കരിയറിന് സെൻസ് ചെയ്യുക എന്ന് പറയുമ്പം ഒരു പെർട്ടിക്കുലർ ട്രാൻസ്മിഷൻ മീഡിയത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് നോട്ട്സുകൾ ആ ട്രാൻസ്മിഷൻ മീഡിയത്തിന് സെൻസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ട്രാൻസ്മിഷൻ മീഡിയത്തിന് സെൻസ് ചെയ്യുന്നത്? ആ ട്രാൻസ്മിഷൻ മീഡിയം ഐഡിലാണോ ബിസി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ട്രാൻസ്മിഷൻ മീഡിയം ഐഡിലാണ് എന്നുണ്ടെങ്കിൽ അതിന് ട്രാൻസ്മിഷൻ നടത്താൻ പറ്റും. അല്ല, ട്രാൻസ്മിഷൻ മീഡിയം ബിസി ആണെന്നുണ്ടെങ്കിൽ അതൊരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും, ഐഡിൽ ട്രാൻസ്മിഷൻ മീഡിയം ഐഡിലാകുന്നത് വരെ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കരിയറിന് സെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി CSMA എന്ന് പറയുന്നത് കൊളീഷനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. എന്നിരുന്നാലും കൊളീഷനെ പൂർണ്ണമായിട്ടും CSMAക്കകത്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വരുന്നുണ്ട്, ടൈം ലാഗിങ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊളീഷനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ CSMAക്കും പറ്റില്ല. എങ്ങനെയാണ് CSMAക്കകത്ത് കൊളീഷൻ വരുന്നത് എന്നുള്ളത് നോക്കാം. പ്രൊപ്പഗേഷൻ ഡിലേ കാരണമാണ് CSMAക്കകത്ത് കൊളീഷൻ വരാനുള്ള ചാൻസ് ഉള്ളത്. സോ എന്താണ് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഒരു ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു പെർട്ടിക്കുലർ നോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് 4 ഡിവൈസ് ആണെന്ന് അസ്യൂം ചെയ്യുക. ABCD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 4 ഡിവൈസ് ഒരു പെർട്ടിക്കുലർ പാത്വേയിലേക്ക് ട്രാൻസ്മിഷൻ മീഡിയത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ 4 ഡിവൈസിനും എന്ത് ചെയ്യണം? ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തണം, ഒരൊറ്റ സിംഗിൾ ലിങ്ക് യൂസ് ചെയ്തിട്ട്. ഇനി അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് A എന്ന് പറയുന്ന ഒരു സ്റ്റേഷന്, എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ നോഡിന് ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തണം. സോ എന്ത് ചെയ്തു? T1 എന്ന് പറയുന്ന ടൈം പീരീഡിൽ ട്രാൻസ്മിഷൻ നടത്തി. ഓക്കെ, ദാറ്റ് മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റേനെ ട്രാൻസ്മിഷൻ മീഡിയത്തിന് ചെക്ക് ചെയ്തു. ട്രാൻസ്മിഷൻ മീഡിയം ഐഡിലാണ് എന്നുണ്ടെങ്കിൽ, ഫ്രീ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ട്രാൻസ്മിഷൻ നടത്താം എന്നുള്ളത് തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ T1 ടൈം പീരീഡിൽ എന്ത് ചെയ്തു? ട്രാൻസ്മിഷൻ നടത്തി. ഇനി T1 ടൈം പീരീഡിൽ ട്രാൻസ്മിഷൻ നടത്തി. അതേപോലെ B എന്ത് ചെയ്തു? ട്രാൻസ്മിഷൻ കരിയറിനെ സെൻസ് ചെയ്തു, ട്രാൻസ്മിഷൻ മീഡിയത്തിനെ സെൻസ് ചെയ്തു. B സെൻസ് ചെയ്തു. T1 ടൈം പീരീഡിൽ അതെന്ത് ചെയ്തിട്ടില്ല? A സെൻഡ് ചെയ്തിട്ടുള്ള ഡാറ്റ ഇവിടെ എത്തിയിട്ടില്ല, Bക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ B സെൻസ് ചെയ്യുന്നത് T1 ടൈം പീരീഡിലാണ്. B സെൻസ് ചെയ്യുന്ന സമയത്ത് ഒരു ഡാറ്റേനെയും ട്രാൻസ്മിഷൻ മീഡിയത്തിൽ കാണുന്നില്ല. സോ അതെന്ത് ചെയ്തു? B അസ്യൂം ചെയ്തു ട്രാൻസ്മിഷൻ മീഡിയം ഫ്രീ ആണ്, ബിസി അല്ല, ഫ്രീ ആണെന്ന് അസ്യൂം ചെയ്തു. സോ ബിയും എന്ത് ചെയ്തു? ട്രാൻസ്മിഷൻ മീഡിയത്തിലേക്ക് ഡാറ്റ ഫ്രെയിമിനെ ട്രാൻസ്മിറ്റ് ചെയ്തു. സോ അവിടെ എന്ത് നടക്കും? A ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ ഫ്രെയിമും B ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ ഫ്രെയിമും കൂടെ കൊളൈഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, കൊളീഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ആ T1 എന്ന് പറയുന്ന ടൈം പീരീഡിൽ എന്ത് ചെയ്തു? T1 അല്ല, കുറച്ച് കഴിഞ്ഞതിന് ശേഷം C എന്ത് ചെയ്തു? സിയും കരിയർ സെൻസ് ചെയ്തു. കരിയർ സെൻസ് ചെയ്തപ്പോൾ Tക്ക് എന്ത് കിട്ടിയിട്ടില്ല? ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിൽ ഒരു ഫ്രെയിമും ഉള്ളതായിട്ട് സിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സി അസ്യൂം ദാറ്റ് ട്രാൻസ്മിഷൻ മീഡിയം ഈസ് ഐഡിൽ. ഓക്കെ, സിയും കരുതി ട്രാൻസ്മിഷൻ മീഡിയം ഐഡിലാണെന്ന് മനസ്സിലായി. സോ സിയും എന്ത് ചെയ്തു? അതിൻ്റെ ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്തു. സോ അവിടെ എന്തുണ്ട്? കൊളീഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ട്രാൻസ്മിഷൻ മീഡിയത്തിൽ ഡിഫറെൻറ്റ് ഫ്രെയിംസുകൾ വന്ന് കിടക്കുകയാണ്. സോ അതെന്ത് ചെയ്തു? അത് തമ്മിൽ കൊളൈഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. സോ ഇങ്ങനെയാണ് ഇതിനകത്ത് പ്രൊപ്പഗേഷൻ ഡിലേ കാരണമാണ് കൊളീഷൻ സംഭവിക്കുന്നത്. കാരണം പ്രൊപ്പഗേഷൻ ഡിലേ കാരണം അടുത്തിരിക്കുന്ന നോഡിലേക്ക് അത് ആ പെർട്ടിക്കുലർ ടൈം പീരീഡിൽ തന്നെ എത്തുന്നില്ല, ഒരു ടൈം ലാഗ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അടുത്ത നോഡിലേക്ക് ഈ ഒരു ഡാറ്റ ഫ്രെയിം, ഇപ്പോൾ A സെൻഡ് ചെയ്തിട്ടുള്ള ഡാറ്റ ഫ്രെയിം പ്രൊപ്പഗേഷൻ ഡിലേ കാരണം Bയിലേക്ക് T1 ടൈം പീരീഡിൽ തന്നെ എത്തുന്നില്ല. അതെന്ത് ചെയ്തു? ലാഗ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് എത്തുന്നത്. ഈ ഡോട്ടഡ് ലൈന് കാണിക്കുന്നത് കറക്റ്റ് പ്രൊപ്പഗേഷൻ ഡിലേ ഇല്ലാതെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും എത്തേണ്ടത്. പക്ഷേ പ്രൊപ്പഗേഷൻ ഡിലേ കാരണം എന്ത് ചെയ്യാണ്? ഡാറ്റ ലാഗ് ചെയ്തതിൻ്റെയാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ B ഈ ഒരു ടൈമിലാണ് അസ്യൂം സിഗ്നലിനെ ട്രാൻസ്മിഷൻ മീഡിയത്തിനെ അനലൈസ് ചെയ്യുന്നത്, സെൻസ് ചെയ്യുന്നത്. സോ അതെന്ത് ചെയ്യാണ്? ഇവിടെ ഡാറ്റയൊന്നും കാണുന്നില്ല. സോ B കരുതാണ് ഇതിനകത്ത് ഒരു ഡാറ്റയും ഇല്ല. B എന്ത് ചെയ്തു? ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. ഇനി CSMAക്ക് ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. 1 പെർസിസ്റ്റൻറ്റ്,
പി പെർസിസ്റ്റൻറ്റ്, നോൺ പെർസിസ്റ്റൻറ്റ് ആൻഡ് ഓ പെർസിസ്റ്റൻറ്റ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് CSMA മെത്തേഡുകളുണ്ട്. അപ്പോൾ ഓരോന്ന് എന്താണെന്നുള്ളത് നോക്കാം. വൺ പെർസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഏത് നോഡാണോ റെഡി ആയിട്ടുള്ളത് ആ നോഡ് എന്ത് ചെയ്യും, കരിയറിനെ സെൻസ് ചെയ്യും. കരിയറിനെ സെൻസ് ചെയ്യുന്ന സമയത്ത് കരിയർ ഐഡിലാണ് എന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ഫ്രീ ആണ് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി സെൻസ് ചെയ്യുന്ന സമയത്ത് കരിയർ ബിസി ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഡാറ്റേനെ ഒന്നും ട്രാൻസ്മിറ്റ് ചെയ്യില്ല. പകരം അതെന്ത് ചെയ്യും, കണ്ടിന്യൂസ്ലി സെൻസ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണ് കരിയർ ഫ്രീ ആകുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ്ലി സെൻസ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ കണ്ടിന്യൂസ്ലി സെൻസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് മനസ്സിലാവും, അതിന് എപ്പോഴാണോ ഫ്രീ ആകുന്നത് എന്ന് മനസ്സിലാവും. സോ ആ ഫ്രീ ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് ഡാറ്റേനെ സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ കരിയർ ഫ്രീ ആയി, കരിയർ ഐഡിലാണ്, ഡാറ്റേനെ സെൻഡിങ് നടക്കുന്നുണ്ട്. ആ സെൻഡിങ്ങിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 1 പെർസിസ്റ്റൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോൺ പെർസിസ്റ്റൻറ്റ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏത് നോഡിനാണോ ഡാറ്റേനെ സെൻഡ് ചെയ്യാനുള്ളത് ആ നോഡ് കണ്ടിന്യൂസ്ലി സെൻസ് ചെയ്തുകൊണ്ടിരിക്കും. സെൻസ് ചെയ്യുന്ന സമയത്ത് നോഡ് ബിസി ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നില്ല. അല്ല നോഡ് ഐഡിലാണെന്നുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഡാറ്റ ഇവിടെ നോഡ് ബിസിയാണ്, ട്രാൻസ്മിഷൻ മീഡിയം ബിസി ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി സെൻസിങ് നടക്കുന്നില്ല. വൺ പെർസിസ്റ്റൻറ്റ് മെത്തേഡിലെ പോലെ കണ്ടിന്യൂസ്ലി സെൻസ് ചെയ്യുന്നില്ല. ഇതൊരു പെർട്ടിക്കുലർ ടൈം പീരിയഡ് എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. റാൻഡം പീരിയഡ് ഓഫ് ടൈമിൽ വെയിറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്, ട്രാൻസ്മിഷൻ കംപ്ലീറ്റ് ആവട്ടെ എന്ന് കരുതിയിട്ട് വെയിറ്റ് ചെയ്യും. ഇനി അതിനുശേഷം എന്ത് ചെയ്യും, വീണ്ടും ഒന്ന് സെൻസ് ചെയ്ത് നോക്കും. സെൻസ് ചെയ്യുന്ന സമയത്ത് കരിയർ ഐഡിലാണെന്നുണ്ടെങ്കിൽ, ഫ്രീ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കരിയറിനെ കണ്ടിന്യൂസ്ലി സെൻസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എപ്പോഴാണ് കരിയർ ഫ്രീ ആകുന്നത് എന്ന് ഇതിന് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇത് സെൻസ് ചെയ്യുമ്പോഴാണ് വീണ്ടും അറിയുന്നത് കരിയർ ഫ്രീ ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തുന്നത്. സോ വൺ പെർസിസ്റ്റൻറ്റിലെ പോലെ കണ്ടിന്യൂസ്ലി സെൻസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരു ഡിലേ വരാൻ ചാൻസ് ഉണ്ട് നോൺ പെർസിസ്റ്റൻറ്റ് മെത്തേഡിൽ. ഇനി നെക്സ്റ്റ് പറയുന്നത് പി പെർസിസ്റ്റൻറ്റ് മെത്തേഡ്. പി പെർസിസ്റ്റൻറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇതുപോലെ സെൻഡ് ചെയ്യാനുള്ള നോഡ് എന്ത് ചെയ്യും, കരിയറിനെ സെൻസ് ചെയ്തുകൊണ്ടിരിക്കും. കരിയർ ഐഡിലാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യും. കരിയർ ബിസി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതൊരു പെർട്ടിക്കുലർ ടൈം പീരിയഡിൽ വെയിറ്റ് ചെയ്യും. പക്ഷേ ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യും, സെൻസ് ചെയ്തുകൊണ്ടിരിക്കും. ഐഡിൽ എപ്പോഴാണ് ട്രാൻസ്മിഷൻ മീഡിയം ഐഡിലാകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി ട്രാൻസ്മിഷൻ മീഡിയം ഐഡിലായി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യും വിത്ത് എ പ്രോബബിലിറ്റി പി എന്ന് പറയുന്ന പ്രോബബിലിറ്റിയിലാണ് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് പി പെർസിസ്റ്റൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അപ്പോഴും നോഡ് ബിസി ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നില്ല. സെൻഡ് ചെയ്യാതിരിക്കുന്നതിൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ക്യൂ ആണ്, അല്ലെങ്കിൽ 1 - P ആണ്. സെൻഡ് ചെയ്യാതിരിക്കുന്നതിൻ്റെ പോസിബിലിറ്റിയാണ് 1 - P. സെൻഡ് ചെയ്യുന്നതിൻ്റെ പ്രോബബിലിറ്റിയാണ് P എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പി പെർസിസ്റ്റൻറ്റ് മെത്തേഡിനകത്ത് നടക്കുന്നത്. പി പെർസിസ്റ്റൻറ്റ് മെത്തേഡിലും കണ്ടിന്യൂസ് സെൻസിങ് ആണ് നടക്കുന്നത്. നോൺ പെർസിസ്റ്റൻറ്റ് മെത്തേഡിൽ കണ്ടിന്യൂസ് സെൻസിങ് അല്ല നടക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഓ പെർസിസ്റ്റൻറ്റ് മെത്തേഡ്. ഇവിടെ ഒരു സൂപ്പർവൈസറി നോഡ് ഉണ്ടായിരിക്കും. ആ സൂപ്പർവൈസറി നോഡിൻ്റെ ട്രാൻസ്മിഷൻ ഓർഡർ പ്രകാരമാണ് അതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ നോഡുകളും ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പം നോഡ് ഫ്രീ ആയി കഴിഞ്ഞാൽ, ഒരു പെർട്ടിക്കുലർ പാത്ത് ട്രാൻസ്മിഷൻ മീഡിയം ഫ്രീ ആയി കഴിഞ്ഞാൽ ഓരോ നോഡും ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട നോഡ് എന്ത് ചെയ്യും, ട്രാൻസ്മിഷൻ ഓർഡറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. സൂപ്പർവൈസറി നോഡിൽ നിന്നും ട്രാൻസ്മിഷൻ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു പെർട്ടിക്കുലർ ടൈം നോഡ് എന്ത് ചെയ്യുള്ളൂ, ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തുകയുള്ളൂ. ഓക്കെ, അതാണ് ഓ പെർസിസ്റ്റൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി CSMAക്ക് 2 വേരിയേഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്, കൊളീഷൻ അവോയ്ഡൻസ്, CSMA ബാർ കൊളീഷൻ അവോയ്ഡൻസ് ആൻഡ് CSMA വിത്ത് കൊളീഷൻ ഡിറ്റക്ഷൻ. കൊളീഷൻ അവോയ്ഡൻസും കൊളീഷൻ ഡിറ്റക്ഷനും ആണ് 2 വേരിയേഷൻസ് എന്ന് പറയുന്നത്. സോ എന്താണ് CSMA ബാർ CD എന്നുള്ളത് നോക്കാം.
CSMA/CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CSMA വിത്ത് കൊളീഷൻ ഡിറ്റക്ഷൻ, കൊളീഷനെ ഡിറ്റക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. പെർസിസ്റ്റന്റ് ആൻഡ് നോൺ പെർസിസ്റ്റന്റ് മെത്തേഡിനകത്ത് കരിയറിന് സെൻസ് ചെയ്യുന്നു പറഞ്ഞു അല്ലേ. കരിയറിന് സെൻസ് ചെയ്തിട്ട് കരിയർ ഐഡിലാണെങ്കിൽ മാത്രമേ ഡാറ്റേനെ സെൻഡ് ചെയ്യുള്ളൂ. കരിയർ ബിസി ആണെങ്കിൽ അവിടെ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നില്ല, എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇനി CSMA/CDക്കകത്ത് കൊളീഷൻ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തുന്നുണ്ട്, ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തിയിട്ട് സെൻസ് ചെയ്യുമ്പോൾ മാത്രം കരിയറിന് സെൻസ് ചെയ്യുക ബിഫോർ ഡാറ്റ ട്രാൻസ്മിഷൻ മാത്രമല്ല, എപ്പോഴും കൂടെ ഡാറ്റേനെ സെൻസ് ചെയ്യും, കരിയറിനെ സെൻസ് ചെയ്യും. ഡാറ്റ ട്രാൻസ്മിഷൻ നടന്നതിന് ശേഷം എന്ത് ചെയ്യും, വീണ്ടും കരിയറിന് സെൻസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, പക്ഷെ പെർസിസ്റ്റന്റ് മെത്തേഡിൽ അങ്ങനെയല്ല, ഡാറ്റനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുന്നെയാണ് സെൻസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ഡാറ്റ ട്രാൻസ്മിഷന് ശേഷം കരിയറിന് സെൻസ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് സെൻസ് ചെയ്യുന്നത്, കൊളീഷൻ നടക്കുന്നുണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൻസിങ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൊളീഷൻ നടക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യും. സോ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ സെൻഡ് ചെയ്തിരിക്കുന്ന ഡാറ്റ ഫ്രെയിമിനെ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്, അതിനെ പിന്നെ കംപ്ലീറ്റ് ആക്കാൻ അനുവദിക്കുന്നില്ല. സോ അതുവഴി എന്താണ്, ടൈമും ബാൻഡ് വിഡ്ത്തും സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബിക്കോസ് ഡാമേജ്ഡ് ഫ്രെയിം സെൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ, സെൻഡ് ചെയ്തിരിക്കുന്ന അതേ ഫ്രെയിം ആയിരിക്കില്ല റിസീവർക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. സോ സെൻഡ് ചെയ്തിരിക്കുന്ന ഫ്രെയിമിനെ അബോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതുവഴി ബാൻഡ് വിഡ്ത്തും ടൈമും സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, CSMA/CD യൂസ് ചെയ്യുന്നത് എതേർനെറ്റിലാണ്, ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് എതേർനെറ്റിലാണ്. ഇനി കൊളീഷൻ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ഒരു അനലോഗ് പ്രോസസ്സാണ്. ഒരു സ്റ്റേഷൻ കൊളീഷനെ സെൻസ് ചെയ്യുന്നത് ചാനലിൻ്റെ എനർജി ലെവൽ ചെക്ക് ചെയ്തുകൊണ്ടാണ്. ചാനലിൻ്റെ എനർജി ലെവൽ എന്ന് പറയുമ്പോൾ 3 വാല്യൂസ് ആണ് അതിനകത്ത് വരുന്നത്. ഏതൊക്കെയാണ്, 0, നോർമൽ ആൻഡ് അബ്നോർമൽ. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ ഐഡിലാണ്, ചാനൽ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ അത് 0 ലെവൽ എന്ന് പറയും. ഇനി ചാനൽ നോർമൽ ലെവൽ എന്ന് പറയുന്നത് എപ്പോഴാണ്, ഒരു സ്റ്റേഷൻ ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്തു, അത് സക്സസ്ഫുള്ളി അതെന്ത് ചെയ്തു, ഡാറ്റ ട്രാൻസ്മിഷൻ അവിടെ നടന്നു, അതിനെയാണ് നോർമൽ ലെവൽ എന്ന് പറയുന്നത്. ബിക്കോസ് ചാനലിനെ സെൻസ് ചെയ്യുന്ന സമയത്ത് ചാനൽ ഐഡിലാണെന്ന് കണ്ടു. സോ ആ പെർട്ടിക്കുലർ നോഡ് ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്തു, അതിനെയാണ് നോർമൽ ലെവൽ എന്ന് പറയുന്നത്. ഇനി അബ്നോർമൽ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റേനെ ട്രാൻസ്മിഷൻ മീഡിയത്തിന് സെൻസ് ചെയ്തു, സോ അത് ഐഡിലാണെന്ന് അസ്യൂം ചെയ്തു, ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു, അവിടെ കൊളീഷൻ നടന്നു കഴിഞ്ഞാൽ അതിനെയാണ് എന്ത് ചെയ്യുന്നത്, അബ്നോർമൽ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ചാനലിൻ്റെ ഡിഫറെൻറ്റ് എനർജി ലെവൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് CSMA/CD ഒരു ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ട്രാൻസ്മിഷൻ മീഡിയത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന 4 നോഡ്സ് ആണ്, ABCD 4 കമ്പ്യൂട്ടേഴ്സ് ആണ്. ഓക്കെ, ഇനി ഒരു പെർട്ടിക്കുലർ നോഡ് ഇവിടെ എന്താണ്, സെൻസിങ് നടക്കുകയാണ്, ട്രാൻസ്മിഷൻ മീഡിയത്തിന് സെൻസ് ചെയ്യും. ഇപ്പോൾ എക്ക് ഡാറ്റേനെ സെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ട്രാൻസ്മിഷൻ മീഡിയത്തിന് സെൻസ് ചെയ്തു, ട്രാൻസ്മിഷൻ മീഡിയം ഐഡിലാണെന്ന് കണ്ടു. സോ അതെന്ത് ചെയ്തു, അതിൻ്റെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് T1 ടൈം പീരീഡിലാണ് ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്തത്. ഓക്കെ, ഇനി ഇവിടെ നടക്കുന്നത് പെർസിസ്റ്റന്റ് മെത്തേഡാണ്, കാരണം കണ്ടിന്യൂസ് സെൻസിങ് അല്ല നടക്കുന്നത്. ഡാറ്റേനെ സെൻസ് ചെയ്തതിന് ശേഷം ഫ്രീ ആണെന്ന് കണ്ടപ്പോൾ ഡാറ്റേനെ സെൻഡ് ചെയ്തു. ഓക്കെ, ഇനി ഇത് ശരിക്കും എത്തേണ്ടത് T1 ടൈം പീരീഡിൽ തന്നെ എല്ലാ നോഡിലേക്കും എത്തണം. പക്ഷെ അത് എത്താതെ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ കാരണം ഡിലേ ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. സോ C എന്ന് പറയുന്ന നോഡിനും എന്ത് ചെയ്യണം, ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യണം. ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അത് ട്രാൻസ്മിഷൻ മീഡിയം ചെക്ക് ചെയ്യും, സെൻസ് ചെയ്യും. സോ ട്രാൻസ്മിഷൻ മീഡിയം ഐഡിലാണോ എന്ന് നോക്കും. സോ അത് T1 ടൈം പീരീഡിൽ ട്രാൻസ്മിഷൻ മീഡിയം ഐഡിലായിട്ടാണ് കാണുന്നത്. ബിക്കോസ് ഈ ഒരു ടൈം പീരീഡിൽ എന്ത് ചെയ്യുന്നില്ല, എൻ്റെ ഡാറ്റ സിക്കകത്ത് എത്തുന്നില്ല. സോ ഇത് C1 അസ്യൂം ചെയ്യാണ് ട്രാൻസ്മിഷൻ മീഡിയം ഐഡിലാണ് എന്നുള്ളത്. സോ T2 ടൈം പീരീഡിൽ എന്ത് ചെയ്തു, C എന്ന് പറയുന്ന നോഡ് എന്ത് ചെയ്തു, അതിൻ്റെ ഡാറ്റേനെയും സെൻഡ് ചെയ്തു. ഓക്കെ, ട്രാൻസ്മിഷൻ മീഡിയത്തിലേക്ക് സെൻഡ് ചെയ്തു. സോ T2 ടൈം പീരീഡിന് ശേഷം എന്ത് ചെയ്തു, അവിടെ ഒരു കൊളീഷൻ നടന്നു. അപ്പോൾ C എന്ന് പറയുന്ന നോഡ് എന്ത് ചെയ്തു, കൊളീഷനെ ഡിറ്റക്ട് ചെയ്തു. T3 ടൈം പീരീഡിൽ കൊളീഷനെ ഡിറ്റക്ട് ചെയ്തു. ബിക്കോസ് T3 ടൈം പീരീഡിലാണ് എൻ്റെ ഫ്രെയിം അവിടെ എത്തിയത്. C ഡാറ്റേനെ സെൻഡ് ചെയ്തത് T2 ടൈം പീരീഡിലാണ്. T3 ആയപ്പോഴാണ്
എൻ്റെയും ഡാറ്റ അവിടെ എത്തിയത്. സോ അവിടെ ട്രാൻസ്മിഷൻ നടന്നു കഴിഞ്ഞ് ഇവിടെ കണ്ടോ, ഇത് പ്രൊപ്പഗേഷൻ ഡിലേ കാരണം ട്രാൻസ്മിഷൻ നടന്ന് T3 ടൈം പീരിയഡിലാണ് എൻ്റെ ഡാറ്റ ഇവിടെ എത്തിയിട്ടുള്ളത്. സോ സിൻ്റെയും എൻ്റെയും ഡാറ്റകൾ തമ്മിൽ കൊളൈഡ് ചെയ്തു, അവിടെ ഡാറ്റ കൊളീഷൻ നടന്നു. ഓക്കെ, അപ്പോൾ സിക്ക് മനസ്സിലായി അവിടെ കൊളീഷൻ നടന്നിട്ടുണ്ട്. സി എന്ത് ചെയ്തു, ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ ഡാറ്റേനെ എന്ത് ചെയ്തു, അബോർട്ട് ചെയ്തു, ഡാറ്റ ട്രാൻസ്മിഷൻ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ദെൻ ഇങ്ങനെ സി സ്റ്റേഷൻ എ എന്ത് ചെയ്തു, കൊളീഷൻ സെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷൻ എ സെൻസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, അവിടെ കൊളീഷൻ കണ്ടു, കൊളീഷനെ ഐഡൻറ്റിഫൈ ചെയ്തു. ദാറ്റ് മീൻസ് T4 ടൈം പീരിയഡിൽ എ എന്ത് ചെയ്തു, അവിടെ കൊളീഷൻ കണ്ടു. സോ T4 ടൈം പീരിയഡ് ആയപ്പോൾ എയും എന്ത് ചെയ്തു, അതിൻ്റെ ഡാറ്റേനെ അബോർട്ട് ചെയ്തു, ട്രാൻസ്മിഷൻ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇവിടെ കൊളീഷൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്തത് T1 ടൈം പീരിയഡിലാണ്. ഇത് എൻഡ് ചെയ്തത് സ്റ്റോപ്പ്, കൊളീഷൻ ഐഡൻറ്റിഫൈ ചെയ്തു. കൊളീഷൻ ഡിറ്റക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പം ഡാറ്റേനെ സെൻഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഈ കാരിയർ മീഡിയത്തിനെ സെൻസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ സെൻസ് ചെയ്തപ്പോൾ നെക്സ്റ്റ് ഡാറ്റ സി എന്ന് പറയുന്ന നോഡും ഡാറ്റേനെ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടെ കൊളീഷൻ സംഭവിച്ചത് കണ്ടു. T4 എന്ന് പറയുന്ന ടൈം പീരിയഡ് ആയപ്പോൾ അവിടെ കൊളീഷൻ നടന്നതായിട്ട് കണ്ടു. സോ എ എന്ത് ചെയ്തു, അതിൻ്റെ ഡാറ്റേനെ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു, ക്യാൻസൽ ചെയ്തു, അബോർട്ട് ചെയ്തു. സോ അതെന്ത് ചെയ്തു, T4 ആയപ്പോഴേക്കും അത് എൻഡ് ചെയ്തു. സോ T1 എൻ്റെ ടൈം പീരിയഡ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ടൈം എന്ന് പറയുന്നത് T4 - T1 ആണ്. ബിക്കോസ് T1 ആണ് സ്റ്റാർട്ട് ചെയ്തത്, T4 ആയപ്പോൾ അത് ക്യാൻസൽ ചെയ്തു, എൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ട്രാൻസ്മിഷൻ ടൈം എന്ന് പറയുന്നത് T4 - T1 ആണ്. നെക്സ്റ്റ് സി എന്ന് പറയുന്ന നോഡ് എന്ത് ചെയ്തു, T2 എന്ന് പറയുന്ന ടൈം പീരിയഡിൽ അതിൻ്റെ ഡാറ്റ ട്രാൻസ്മിഷൻ ബിഗിൻ ചെയ്തു. ബിക്കോസ് ട്രാൻസ്മിഷൻ മീഡിയം ഐഡിലായതുകൊണ്ട്, ഐഡിലാണെന്ന് അസ്യൂം ചെയ്തിട്ട്. ദെൻ T3 ആയപ്പോഴേക്കും അതെന്ത് ചെയ്തു, ഡാറ്റേനെ ട്രാൻസ്മിഷൻ മീഡിയത്തിനെ സെൻസ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ കൊളീഷൻ ഐഡൻറ്റിഫൈ ചെയ്തു. സോ T3 ടൈം പീരിയഡ് ആയപ്പോൾ എൻ്റെ ഡാറ്റ വന്നിട്ട് അവിടെ കൊളീഷൻ നടന്നു, അത് ഡിറ്റക്ട് ചെയ്തു. സോ അതെന്ത് ചെയ്തു, സി എന്ന് പറയുന്ന നോഡ് എന്ത് ചെയ്തു, അതിൻ്റെ ഡാറ്റേനെ അബോർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ T3 എൻഡ് ചെയ്തത്, T3യുടെ ഡാറ്റ ട്രാൻസ്മിഷൻ എൻഡ് ചെയ്തത് T3 ടൈമിലാണ്. സിൻ്റെ ഡാറ്റ ട്രാൻസ്മിഷൻ ബിഗിൻ ചെയ്തത് T2 ടൈമിലാണ്. സോ ഇതിൻ്റെ ട്രാൻസ്മിഷൻ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, T3 - T2 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കൊളീഷൻ ഡിറ്റക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് CSMA വിത്ത് കൊളീഷൻ അവോയ്ഡൻസ്. CSMA വിത്ത് കൊളീഷൻ അവോയ്ഡൻസിനകത്ത് കൊളീഷനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല, അത് ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വയർലെസ് കമ്മ്യൂണിക്കേഷൻ. വയർലെസ് നെറ്റ്വർക്കിലാണ് CSMA/CA യൂസ് ചെയ്യുന്നത്. സോ കൊളീഷനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ കൊളീഷനെ അവോയ്ഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. CSMA/CAക്ക് അകത്ത് കൊളീഷനെ അവോയ്ഡ് ചെയ്യാൻ 3 സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്, ഇന്റർഫ്രെയിം സ്പേസ് IFS, കണ്ടൻഷൻ വിൻഡോ ആൻഡ് എക്നോളജ്മെൻറ്റ്. IFSനകത്ത്, ഇന്റർഫ്രെയിം സ്പേസിനകത്ത് ഏത് നോഡിനാണോ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്, ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്, ആ നോഡ് കാരിയർ ട്രാൻസ്മിഷൻ മീഡിയത്തിന് സെൻസ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ ട്രാൻസ്മിഷൻ മീഡിയം ഐഡിലാണ് എന്നുണ്ടെങ്കിലും അവിടെ എന്തില്ല, ട്രാൻസ്മിഷൻ നടക്കുന്നില്ല. അതെന്ത് ചെയ്യും, ഇമ്മീഡിയറ്റ്ലി ഡാറ്റേൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നില്ല, അതൊരു പെർട്ടിക്കുലർ ടൈം പീരിയഡ് വെയിറ്റ് ചെയ്യും. ആ ടൈം പീരിയഡിനെയാണ് ഇന്റർഫ്രെയിം സ്പേസ് ഓർ IFS എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അത് പെർട്ടിക്കുലർ ടൈം പീരിയഡ് വെയിറ്റ് ചെയ്യുന്നത്, മറ്റേതെങ്കിലും സ്റ്റേഷന് ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ള പ്രോസസ്സ് കണ്ടല്ലോ, ഡാറ്റ ട്രാൻസ്മിഷൻ മീഡിയം ഐഡിലാണ് എന്ന് കണ്ടപ്പോൾ എല്ലാവരും ഡാറ്റേനെ സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്, അപ്പോഴാണ് അവിടെ കൊളീഷൻ വരുന്നത്. സോ ഇവിടെ മറ്റാർക്കെങ്കിലും ഡാറ്റേനെ സെൻഡ് ചെയ്യാനുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം പീരിയഡ് വെയിറ്റ് ചെയ്യും. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ ട്രാൻസ്മിഷൻ ആർക്കും സെൻഡ് ചെയ്യാനില്ല എന്ന് കണ്ടു കഴിഞ്ഞാലാണ് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഒരു IFS ടൈമിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് കണ്ടക്ഷൻ വിൻഡോ. കണ്ടക്ഷൻ വിൻഡോക്കകത്ത് ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ നോഡുകൾക്കും ടൈമിന് ഡിഫറെൻറ്റ് സ്ലോട്ട്സുകളായിട്ട് കൊടുത്തിരിക്കുകയാണ്. ആ സ്ലോട്ടിൽ മാത്രമേ പെർട്ടിക്കുലർ നോഡിന് ഡാറ്റേനെ സെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം നോഡ് ട്രാൻസ്മിഷൻ മീഡിയം ഫ്രീ ആണെങ്കിലും സെൻഡ് ചെയ്യാൻ പറ്റില്ല. ഏത് ടൈം സ്ലോട്ടാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ടൈം സ്ലോട്ട് വരെ ഇത് എന്ത് ചെയ്യേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും.
സോ ഇത് ഒരു പെർട്ടിക്കുലർ ടൈം സ്ലോട്ട് വരെ വെയിറ്റ് ചെയ്തു, അതുവരെ അവൈലബിൾ ആയിട്ടില്ല, ട്രാൻസ്മിഷൻ മീഡിയം അവൈലബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ടൈം സ്ലോട്ടിനെ ഒന്നുകൂടെ ഡബിൾ ചെയ്യും, പെർട്ടിക്കുലർ ടൈം പീരീഡിന് ഒന്നുകൂടെ ഡബിൾ ചെയ്യും, കുറച്ച് സമയം കൂടെ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. ഓക്കെ, അതാണ് കണ്ടൻഷൻ വിൻഡോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് എക്നോളജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാലും ചില സമയത്ത് ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തി അതിന് കൊളീഷൻ സംഭവിക്കാം. അപ്പോൾ കൊളീഷൻ സംഭവിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ട്രാൻസ്മിഷൻ സെൻഡ് ചെയ്തിരിക്കുന്ന ഡാറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡർക്ക് റിസീവറിൽ നിന്നും ഒരു പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് കിട്ടും. ആ പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് ഒരു പെർട്ടിക്കുലർ ടൈമിൽ കിട്ടിയാൽ മാത്രമേ അത് സെൻഡ് ചെയ്തു കറക്റ്റായിട്ട് റിസീവ് ചെയ്തു എന്ന് മനസ്സിലാക്കുകയുള്ളൂ. അല്ല പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഡാറ്റേനെ വീണ്ടും റീസെൻഡ് ചെയ്യും. അതുപോലെ CSMA/CA യൂസ് ചെയ്യുന്ന കൊളീഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് RTS/CTS. RTS/CTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി ടു സെൻഡ് ആൻഡ് ക്ലിയർ ടു സെൻഡ്. റെഡി ടു സെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ വയർലെസ് നെറ്റ്വർക്കിലാണ് CSMA/CA യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം വയർലെസ് നെറ്റ്വർക്ക് ആകുമ്പോൾ ഒരു വയർലെസ് ആക്സസ് പോയിന്റിലേക്കാണ് ഡിഫറെൻറ്റ് നോഡ്സുകൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഏത് നോഡിനാണോ ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ളത് ആ നോഡ് എന്ത് ചെയ്യും, ഈ വയർലെസ് ആക്സസ് പോയിന്റിനോട്, ആ ഡിവൈസിനോട് പറയും എനിക്ക് ഡാറ്റേനെ സെൻഡ് ചെയ്യാനുണ്ട്. സോ ഡാറ്റേനെ സെൻഡ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെഡി ടു സെൻഡ് എന്നുള്ളൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. റെഡി ടു സെൻഡ് കിട്ടിക്കഴിഞ്ഞാൽ വാപ്പ് എന്ത് ചെയ്യും, ആ പെർട്ടിക്കുലർ നോഡിൽ നിന്ന് ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യാണ്ടെന്ന് മനസ്സിലാക്കി. ദെൻ അത് മറ്റുള്ള ഏതെങ്കിലും ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റുള്ള ഡിവൈസുകൾ അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറയും, മറ്റുള്ളവർക്ക് സ്റ്റോപ്പ് ചെയ്യാന്നുള്ള ഇൻഫോർമേഷൻ കൊടുക്കും. ദെൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, ഈ സെൻഡ് ചെയ്യാനുള്ള നോഡിനോട് പറയും ക്ലിയർ ടു സെൻഡ് എന്നുള്ള ഒരു മെസ്സേജ് തിരിച്ചയക്കും. ദാറ്റ് മീൻസ് ഡാറ്റേനെ സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ സെൻഡ് ചെയ്യാന്നുള്ള ഒരു ഇൻഫോർമേഷൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാലാണ് പെർട്ടിക്കുലർ നോഡ് സ്റ്റേഷൻ എ ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേഷൻ എ ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പാത്വേയിൽ മറ്റുള്ള ആരും ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നുണ്ടാവില്ല. ബിക്കോസ് വയർലെസ് ആക്സസ് പോയിന്റ് മറ്റുള്ളവരോടൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞതിന് ശേഷമാണ് ഇതിന് ക്ലിയർ ടു സെൻഡ് മെസ്സേജ് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൊളീഷൻ അവോയ്ഡൻസ് മെത്തേഡാണ്. CSMA/CAക്ക് അകത്ത് യൂസ് ചെയ്യുന്ന കൊളീഷൻ അവോയ്ഡൻസ് മെത്തേഡാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് CSMA മെത്തേഡാണ്. CSMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയറിനെ സെൻസ് ചെയ്യുന്ന മെത്തേഡാണ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലിസൺ ബിഫോർ ടോക്ക് എന്നാണ്. ലിസൺ ബിഫോർ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആ കരിയറിനെ സെൻസ് ചെയ്യുക. ഓക്കെ, കരിയറിനെ സെൻസ് ചെയ്തിട്ട് അത് കരിയർ ഐഡിയലാണോ ബിസി ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കരിയർ ഐഡിയലാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. അതാണ് ലിസൺ ബിഫോർ ടോക്ക് പ്രിൻസിപ്പിൾ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.